ഒരു ഗ്രാമത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. വീടാണ്, അവിടുത്തെ മകനുണ്ടായിരുന്നു. അപ്പോൾ മകനെ കുറേ കാലങ്ങളായിട്ട് കാണാനുണ്ടായിരുന്നില്ല, വർഷങ്ങളായിട്ട്. അപ്പോൾ അവർ ആക്ച്വലി ഒരു റൊട്ടി മേക്കറാണ്. അപ്പോൾ ഡെയിലി കുറേ റൊട്ടി ഉണ്ടാക്കുക ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ആളുടെ ഭക്ഷണാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്നും അവർ റൊട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഒരു റൊട്ടി എടുത്ത് വീടിൻ്റെ പുറത്ത് വിൻഡോയിലൂടെ വയ്ക്കും. അപ്പോൾ ആരെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വയ്ക്കാറ്. അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും ഒരു യാചകൻ അവിടെ വരാറുണ്ട്. അപ്പോൾ ആൾ വന്നിട്ട് റൊട്ടി എടുക്കും. ഇവർ കാണാറുണ്ടല്ലോ റൊട്ടി എടുക്കുന്നത്. അപ്പോൾ റൊട്ടി എടുത്ത് പോകുമ്പോൾ അയാൾ ഒന്നും അറ്റ്ലീസ്റ്റ് താങ്ക്സ് എന്നൊന്നും പറയാറില്ല. ആളെപ്പോഴും പറയും, വാട്ട് എവർ യു ഡു ഗുഡ് വിൽ ഹാപ്പൻ ടു യു, വാട്ട് എവർ യു ഡു ബാഡ് വിൽ ഹാപ്പൻ ടു യു എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ കുറേ ദിവസങ്ങളായി. അപ്പോൾ ഇവർക്കാണ് ഭയങ്കര ദേഷ്യമായി. ഇത്രയും ദിവസം ഞാൻ ഇയാൾക്ക് ഫുഡ് കൊടുക്കേണ്ട, അയാളൊരു നന്ദി പോലും പറയുന്നില്ല എന്നിട്ട്. അങ്ങനെ ദേഷ്യം മനസ്സിൽ കൂടി അവരെന്ത് ചെയ്ത് ഇയാൾക്കൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് ആൾ റൊട്ടിയിൽ വിഷം കലർത്തി. ഇത്രയും കാലം അയാൾക്ക് ഫീഡ് ചെയ്തിട്ട് അയാൾക്കൊരു നന്ദി വാക്ക് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് താങ്ക്സ് എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ റൊട്ടിയിൽ വിഷം കലർത്തിയിട്ട് അത് ചുട്ട് പുറത്ത് വെച്ചു. പിന്നെ ആൾ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ചെയ്ത് വലിയ തെറ്റായി, വലിയൊരു അപരാധമായെന്ന് തോന്നി. എന്നിട്ട് ഓടി വന്നിട്ട് അവർ ആ റൊട്ടി എടുത്ത് മാറ്റി പകരം ഒരു നല്ല വിഷം ഇല്ലാത്തൊരു റൊട്ടി എടുത്തവിടെ വെച്ചു. അപ്പോഴും അയാളന്ന് വന്നു എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, വാട്ട് ആർ യു ഗുഡ് ആൻഡ് ഡൂയിങ് ഗുഡ് വിൽ ഹാപ്പൻ ടു യു, വാട്ട് ആർ യു ഡു ബാഡ് വിൽ ഹാപ്പൻ ടു യു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ അമർഷത്തോടുകൂടിയിട്ട് ഇരുന്നു. ഇനിയിപ്പോൾ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ വീടിൻ്റെ ഡോർ ഒന്ന് തട്ടി. ആരോ തട്ടിപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇവരുടെ മകനാണ്. ആകെ കീറി പറഞ്ഞ വേഷത്തോടുകൂടിയിട്ട് യാചകരെ പോലെ വന്നിട്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കണം. അങ്ങനെ അമ്മ ഭയങ്കര സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ച്, നീ ഇത്ര കാലം എവിടെയായിരുന്നു, എന്തായിരുന്നു, നിന്നെ കുറിച്ചൊരു അറിവുണ്ടായിരുന്നില്ല, ഞാൻ ഇന്നും നിനക്ക് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അറിയില്ല അമ്മ, ഞാൻ വഴി തെറ്റിപ്പോയതായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴികളോ അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നും പട്ടിണിയായിരുന്നു. എന്നും ഒരു യാചകനാണ് എനിക്ക് റൊട്ടി കൊണ്ടുവരുന്നത്. അയാൾ കഴിച്ചതിൻ്റെ പകുതി റൊട്ടി എന്നും അയാൾ എനിക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളാണ്, പിന്നെ രൂപകരനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അതായത് ഇവർ വിഷം വെച്ച് കൊല്ലാൻ നിന്നിരുന്ന ആ യാചകനാണ് സ്വന്തം മകന് ഇത്ര കാലം ഭക്ഷണം കൊടുത്തിരുന്നത്. അയാൾ കിട്ടുന്ന ഭിക്ഷയെന്ന് പകുതി മകനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു നിമിഷം അവർ എന്താ പറയുക നെറ്റിത്തെറിച്ച് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷം കൊടുത്ത റൊട്ടി ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മകനും കൊല്ലപ്പെടുമായിരുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ആ നല്ലതിന് ചിലപ്പോൾ പ്രതിഫലം അല്ലെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള അപ്രിസിയേഷൻ ചിലപ്പോൾ കിട്ടിയില്ല എന്നായിരിക്കും. പക്ഷേ ദൈവം ഒരു ദിവസം അതിന് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു തിരിച്ച് തരൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. താങ്ക് യു.